ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്നു ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെക്കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. ഉറക്കം അവനെ വിട്ടുപോയി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, രാജാവ് അത്യന്തം വ്യസനിച്ചു. ദാനിയേൽ രക്ഷിപ്പാൻ മനസ്സ് വെച്ചു. അവൻ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. ഇറ്റ് വാസ് എ സൺ ഡൗൺ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. നിരാശയുടെ ഒരു സന്ധ്യയായിരുന്നു. സൺ ഡൗൺ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. രാജാവ് നിരാശപ്പെട്ടു. വളരെ പരിശ്രമിച്ചു ദാനിയേൽ രക്ഷിക്കാൻ. ദാനിയേൽ വിശ്വസ്തനാണെന്നറിയാം. ദാനിയേൽ ഉത്കൃഷ്ട മാനസനാണെന്നറിയാം. ദാനിയേൽ ശ്രേഷ്ഠ പുരുഷനാണെന്നറിയാം. 119 പേരും ദാനിയേലിനെ കെണിയിലാക്കിയതാണെന്നും രാജാവിന് അറിയാം. പക്ഷേ രാജാവ് ഇവിടെ എന്താണ് ചെയ്തത്? അവനെ രക്ഷിപ്പാൻ ശ്രമിച്ചെങ്കിലും രാജാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാജാവ് നിരാശനായി. ഇറ്റ് വാസ് എ സൺ ഡൗൺ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. അന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ സിംഹഗുഹയിൽ വീണു. ദാനിയേൽ സിംഹഗുഹയിലേക്ക് എറിയപ്പെട്ടു. സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേൽ അവിടെയും പ്രാർത്ഥനാനിരതനായിരുന്നു. എ നൈറ്റ് ഓഫ് ഡിവോഷൻ. ദൈവത്തോടുള്ളതായ ഭക്തിയിലും പ്രാർത്ഥനയിലും മാത്രം ഏകാഗ്രതയോടിരുന്നു. എന്തൊരു ശക്തിറ്റ ജീവിതമാണത്! എന്തൊരു അനുഗ്രഹീതമായ ധന്യമായ ജീവിതമാണത്! സിംഹങ്ങൾ കടിച്ചു കയറാൻ ഗർജിച്ചുകൊണ്ട് നിൽക്കുന്നു, ചാടി വീഴാൻ നിൽക്കുന്നു. പക്ഷേ ദാനിയേൽ കണ്ണിൽ ഇറുകെ പൂട്ടി അടച്ച് അങ്ങനെ നിൽക്കുകയാണ്. ദാനിയേൽ ദൈവത്തോടുള്ളതായ ആ ഭയഭക്തിയിൽ സകലവും മറന്ന്, സാഹചര്യം മറന്ന് ദാനിയേൽ നിൽക്കുകയാണ്. സാധു സുന്ദരസിംഗിൻ്റെ ജീവചരിത്രത്തിൽ, സുന്ദരസിംഗിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഞാനൊരു ഭാഗം കൊണ്ട് വായിച്ച് ഓർക്കുന്നു. സുന്ദരസിംഗിനെ ടിബറ്റിലെ ഭരണാധികാരികൾ ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. വീഴുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ അടിച്ച് ഒരു കൈ അങ്ങ് ഒടിഞ്ഞു തൂങ്ങിപ്പോയിരുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആ ദൈവദാസനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. അവരതിൻ്റെ മീതെ ഒരു വലിയ സ്ലാബ് പോലെ എന്തോ ഒന്ന് മൂടി വെച്ചു. എന്നിട്ട് അതിന് പൂട്ടി അതിൻ്റെ താക്കോലും അവർ കൊണ്ടുപോയി. ആരും ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ താക്കോലും അവർ കൊണ്ടുപോയി. സുന്ദർസിംഗ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടതായി, ഉപദ്രവിക്കപ്പെട്ടവരായി, ആളുകളുടെ ചീഞ്ഞ ശരീരവും ചീഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധവും അസ്ഥികളും എല്ലാം ഉണ്ട്. അതിനകത്ത് ചെന്ന് ചേർന്നപ്പോൾ ആദ്യം വലിയ ദുർഗന്ധം അനുഭവപ്പെട്ടു, ഒരു വലിയ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു, അയ്യോ ഒരു വലിയ വിഷമം അനുഭവപ്പെട്ടു. എന്നാൽ ഏതാനും സെക്കൻഡുകൾക്കകം സുന്ദരസിംഗ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ഏതോ ഒരു വലിയ സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങി. ഏതോ ഒരു സുഗന്ധം അനുഭവിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. സുന്ദരസിംഗ് ക്രിസ്തുവിൻ്റെ ആ ശ്രേഷ്ഠദാസൻ ആ പൊട്ടക്കിണറ്റിൻ്റെ അടിയിൽ മുകളിലേക്ക് നോക്കിയാൽ വെളിച്ചമില്ല, അവിടെ അടച്ചു വച്ചിരിക്കുന്നു. ചുറ്റുപാടും മുഴുവൻ കൂരിരുട്ടാണ്. അസ്ഥികൾ അത് ഇങ്ങനെ ഉണങ്ങിയ അസ്ഥികളും ചീഞ്ഞളിഞ്ഞ മാംസങ്ങളും എല്ലാമായി അങ്ങനെ ചീഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ സുന്ദരസിംഗ് ആ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ അല്പനേരം നിന്നെങ്കിലും പെട്ടെന്ന് ആ ഗുഹയുടെ അകത്ത് ഒരു വലിയ സ്വസ്ഥത അനുഭവപ്പെട്ടു. ഗുഹ പോലത്തെ ആ പൊട്ടക്കിണറ്റിൽ വലിയ സ്വസ്ഥത അനുഭവപ്പെട്ടു. ഞാനന്ന് അത്ഭുതത്തോടെ ആ സംഭവം വായിച്ചു. പ്രിയപ്പെട്ടവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനകത്ത് വലിയൊരു പ്രകാശം. മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ആ ഇരുട്ടില്ല, അടച്ചിരിക്കുന്ന ഭാഗം കാണുന്നില്ല. ഒരു ശബ്ദം മാത്രം കേൾക്കാം, ഈ കയറിൽ മുറുകെ പിടിച്ചുകൊള്ളൂ, അതിൻ്റെ ഒരറ്റം കക്ഷത്തിൽ ഉടക്കിയിട്ട് അതിൽ മുറുകെ പിടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ആ സുന്ദരസിംഗ് അത് കേട്ടു. ആൾ വലിച്ച് സുന്ദരസിംഗിനെ പുറത്തു നിന്ന് ഒരാളിങ്ങനെ ഉയർത്തി എടുത്തു. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണെന്നോ?
സുധീർ സിംഗ് വെളിയിൽ വന്നു, നോക്കി ആരാണ് രക്ഷിച്ചത് എന്ന് അറിയാൻ വയ്യാതായി. അറിയാൻ പറ്റിയില്ല, ആരാണാവോ? സുധീർ സിംഗ് മനസ്സിലായി, എൻ്റെ കരുണയുള്ള കർത്താവ് തന്നെയാണ്. ഏത് ദുർഗന്ധ മലീമസമായ സാഹചര്യത്തിലും സുഗന്ധം പരത്താൻ യേശുവിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. ഏത് വേദനയുടെ കൊടുമ്പിരിക്കൊണ്ട അനുഭവത്തിലും ശാന്തി പകരാൻ യേശുവിനെ കഴിയും. വേദന കൊണ്ട് ഞരങ്ങി കരയുമ്പോഴും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആശ്വാസം പകരും. നിങ്ങൾക്കത് അനുഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകളിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് അനുഭവിക്കാവുന്നതാണ്. എത്ര വേദന നിറഞ്ഞ സാഹചര്യമാണെങ്കിലും, മനസ്സങ്ങ് വീർപ്പുമുട്ടിപ്പോകുന്ന സാഹചര്യമാണെങ്കിലും, ഒരു സ്വസ്ഥതയും കിട്ടാതെ വിഷമിക്കുന്ന വിഷമാവസ്ഥയാണെങ്കിലും, നിങ്ങളുടെ ശരീരം രോഗഗ്രസ്തമാണെങ്കിലും നിങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം കിട്ടും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവത്തിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനം, അത് കാണാതെ പഠിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം, സാക്ഷികൾ വലിയൊരു സമൂഹം എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറയണം, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഞാൻ പോവുകയാണ്. അവൻ വിശ്വാസത്തിന് നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്, അവനെയാണ് ഞാൻ നോക്കുന്നത്. അവൻ വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകാത്തവനാണ്, അവൻ എനിക്ക് തുടങ്ങി തന്നവനാണ്, അവൻ പൂർത്തീകരിപ്പാൻ ശക്തനാണ്. എൻ്റെ ദൈവമേ, ഇത്രയും കാലം നീ എന്നെ ഇവിടെ വരെയും കൊണ്ടുവന്നല്ലോ. എൻ്റെ ജീവനുള്ള ദൈവമേ, എന്നെ വിളിച്ചത് നിൻ്റെ സ്നേഹമല്ലേ? ഗോകുൽത്തായിലെ കുരിശിലെ സ്നേഹമല്ലേ എന്നെ വിളിച്ചത്? എനിക്കൊരു മാനസാന്തരം തന്നത് അതിൻ്റെ കൃപയല്ലേ? എന്നെ വീണ്ടെടുത്തത് അതിൻ്റെ കരുണയല്ലേ? എന്നെ നീ ഇന്നത്തെ ഞാനാക്കി മാറ്റിയത് അതിൻ്റെ കൃപയല്ലേ? ദൈവമേ, എനിക്കൊരു മാറ്റം തന്നതിൻ്റെ കൃപയല്ലേ? എൻ്റെ മനസ്സിൽ പാപം എന്തെന്ന് കാണാനൊരു വെളിവ് തന്നതിൻ്റെ കൃപയല്ലേ? ഞാനൊരു പാപിയാണെന്ന് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ കൃപയല്ലേ? ഇത്രമാത്രം നീ എന്നെ സ്നേഹിച്ചില്ലേ? യേശുവേ, നിൻ്റെ കുരിശിൻ്റെ അർത്ഥം നീ എനിക്ക് മനസ്സിലാക്കി തന്നില്ലേ? നിൻ്റെ രക്തത്തിൻ്റെ വില നീ എനിക്ക് കാണിച്ചു തന്നില്ലേ? കർത്താവെ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. ഏകാന്ത രാവുകളിൽ, വേദനയോട് വീർപ്പുമുട്ടുന്ന സമയങ്ങളിൽ, മനസ്സുഷ്ണിക്കുന്ന സമയങ്ങളിൽ എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ഓ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ അന്ന് ആ രാത്രി, ഇറ്റ് വാസ് ദ ഈവനിങ് ഓഫ് ഡിവോഷൻ. ദൈവത്തിന് സ്തോത്രം. ഭയഭക്തിയുടെ ഒരു രാത്രിയായിരുന്നു, ഭയഭക്തിയുടെ രാത്രി. ദാനിയേൽ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ദാനിയേൽ ഇങ്ങനെ കണ്ണിൽ ഇറുകെ അടച്ചിരിക്കുകയാണ്. ഞാനത് ഭാവനയിൽ കാണാറുണ്ട്. എങ്ങനെയാണെന്നോ, ദാനിയേലിൻ്റെ വിചാരം, ഇപ്പോൾ സിംഹങ്ങൾ ചാടി വീഴും, പക്ഷേ എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഞാൻ എപ്പോൾ കടന്നുപോയാലും ദൈവരാജ്യത്തിലേക്ക് ചെല്ലും. നല്ല ഉറപ്പായിട്ട് ദാനിയേൽ ഇരിക്കുകയാണ്. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ അവിടെ പ്രാർത്ഥനാനിരതനായി കണ്ണുകടച്ചിരിക്കുമ്പോൾ ദാനിയേലിൻ്റെ ചിന്തയിൽ, ഇപ്പോൾ സിംഹങ്ങൾ ചാടി വീണ് എന്നെ കടിച്ചു കീറും, മാംസം പിച്ചി ചീന്തി കടിച്ചു തിന്നും, എൻ്റെ അസ്ഥികൾ കടിച്ചുടയ്ക്കും. ദാനിയേൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ്. പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ദാനിയേൽ അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ സ്വർഗീയ തേജസ്സിൽ ആനന്ദിച്ച് അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴോ ദാനിയേൽ ഒന്ന് കണ്ണു തുറന്നു. സിംഹങ്ങൾ അങ്ങനെ തന്നെയുണ്ട്, പക്ഷേ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ സിംഹങ്ങൾക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല, ശബ്ദം പുറത്ത് വരുന്നില്ല. ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. സിംഹങ്ങളുടെ വായ, അത് ഒരു ഞരക്കം മാത്രം. വായ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു, വാ തുറക്കുന്നില്ല. സിംഹങ്ങൾ ഏതാണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ വീണ്ടും കണ്ണടച്ചു. എന്താണിത്? അപ്പോഴല്ലേ മനസ്സിലായത്, നിത്യനായ ദൈവം വന്ന് സിംഹങ്ങളുടെ വായ അടച്ചു പിടിച്ചിരിക്കുകയാണ്. വെറുതെയാണോ ധൈര്യം കിട്ടിയത്? ദൈവമല്ലേ ഈ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വന്നിരിക്കുന്നത്? ഈ ഇരുണ്ട ഗുഹയ്ക്കകത്ത് സിംഹങ്ങളുടെ നടുവിലേക്ക് വന്നിരിക്കുന്നത് നിത്യനായ ദൈവമല്ലേ? തൻ്റെ ദാസന് വേണ്ടി സിംഹ ഗുഹയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡിവോഷൻ. അത് ഒരു ഭയഭക്തിയുടെ ദൈവാശ്രയത്തിൻ്റെ ഒരു രാത്രിയായിരുന്നു. ഓർക്കുക, ദൈവം വിടുവിക്കാൻ ഇറങ്ങി വരുന്നവനാണ്. ദൈവ സാന്നിധ്യം നമുക്ക് തരും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്കിത് അനുഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീർപ്പുമുട്ടുന്ന സമയങ്ങൾ വരും. സകലരും നിങ്ങളെ വെറുക്കുന്ന സമയങ്ങൾ വരും. ചിലരെല്ലാം നിങ്ങളെ പകയ്ക്കുന്ന സമയങ്ങൾ വരും. കഴിവുള്ളവരെ നിങ്ങളെ ഉപദ്രവിക്കുന്ന സമയങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, അപ്പോഴും നിങ്ങൾ പതറാതിരുന്നാൽ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധൈര്യപ്പെടണം. എങ്ങനെ ധൈര്യപ്പെടും? ധൈര്യപ്പെടാൻ സാധിക്കും എപ്പോൾ? യേശുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ. സാന്നിധ്യം കിട്ടാൻ എന്ത് വേണം?
യേശു എവിടെയാണ് അടുത്ത് വരുന്നത്? വിശുദ്ധിയുള്ള ഇടത്ത് യേശു അടുത്ത് വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനപ്രകാരം നോക്കിയാൽ 2 സ്ഥാനത്ത് യേശു സമീപസ്ഥനായി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 സങ്കീർത്തനം 34:18, 2 സങ്കീർത്തനം 145:18. യേശു അടുത്തു വരും. ആരുടെ അടുത്ത് വരും? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് യേശു അടുത്ത് വരണമെങ്കിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ. 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രിയപ്പെട്ടവരെ, ഉള്ളു നുറുങ്ങി നിങ്ങൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? ദൈവം അടുത്തു വരും, സംശയിക്കേണ്ട. നിങ്ങൾ എത്ര പാപിയായ മനുഷ്യനാണെങ്കിലും, എത്രമാത്രം നിഷ്ഠൂര പ്രകൃതിയുള്ള മനുഷ്യനാണെങ്കിലും, എത്രമാത്രം ദുഷ്ടതകൾ പ്രവർത്തിച്ച മനുഷ്യനാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകളും പാവങ്ങളും സംഭവിച്ചു പോയെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഹൃദയം നുറുങ്ങി കരഞ്ഞ് അനുതാപത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അടുത്തു വരും. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. പെനിറ്റന്റ് ഹാർട്ട്, റിപ്പന്റിംഗ് ഹാർട്ട്, മാനസാന്തരമുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. രണ്ടാമത് ആർക്കാണ് ദൈവം സമീപസ്ഥനാകുന്നത്? 145 സങ്കീർത്തനം 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾ യുക്തിയിൽ പഠിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവം ജീവിക്കുന്നുള്ളതിന് തെളിവ് നിങ്ങൾ പുസ്തകങ്ങൾ തേടി വായിച്ച് മനസ്സിലാക്കണ്ട. നിങ്ങളതിന് തെളിവ് നോക്കി നടക്കണ്ട. ആകെയുള്ളത് നിങ്ങളുടെ അനുഭവമാണ്. ഹൃദയം നുറുങ്ങി കരഞ്ഞുകൊണ്ട് സത്യമായി തന്നെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അടുത്തു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നിങ്ങൾക്ക് തൊട്ടടുത്തറിയാം, അരികത്ത് നിൽക്കുന്നതായിട്ട് അറിയാം. എൻ്റെ സഹോദരങ്ങളെ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മധുരിമായ എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏകാന്ത രാവുകളിൽ നിങ്ങൾ കിടക്കുന്ന കിടക്കയിൽ നിങ്ങൾ ഉറങ്ങാൻ പറ്റാതെ ശരീരം വേദനിച്ച് പൊളയുകയും നിങ്ങളുടെ മനസ്സ് വാഴി അലയുകയും ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പറയണം, യേശു രാജാ, നീ എൻ്റെ നിത്യരാജാവല്ലോ, നീ എൻ്റെ കർത്താവല്ലോ, നീ എൻ്റെ ഉടമസ്ഥനല്ലോ, നീ എൻ്റെ ഉടയവനല്ലോ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ, നീ എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയവനല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു തകർന്നവനായി നിൻ്റെ അരികിലേക്ക് വരികയാണ്. തകർന്നവനായി, അഭിമാനിക്കാൻ വകയൊന്നും ഇല്ലാത്തവനായി, അഭിമാനിക്കാൻ വകയൊന്നും ഇല്ലാത്തവളായി ഞാനിതാ വരികയാണ്. നന്മ പറഞ്ഞുകൊണ്ട് വരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഏതെങ്കിലും പാരമ്പര്യം പറയാൻ എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ പൂർവികന്മാരുടെ നന്മകൾ പറയാൻ എനിക്കില്ല. കർത്താവേ, എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ നന്മകളെടുത്ത് പറയാൻ എനിക്കില്ല. ആകെയുള്ളത് ഒരു കൂമ്പാരം പാപം മാത്രം. കർത്താവേ, ചിന്തയിൽ പാവം, വിചാരത്തിൽ പാവം, വികാരത്തിൽ പാവം, ആഗ്രഹങ്ങളിൽ പാവം. കർത്താവേ, പാപത്തിൻ്റെ കൂമ്പാരമാണ് എൻ്റെ ആകെയുള്ള സമ്പത്ത്, ആകെയുള്ള നേട്ടം. എൻ്റെ കർത്താവേ, അതുകൊണ്ട് ഞാനിതാ തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തോടെ മാനസാന്തരപ്പെട്ടുകൊണ്ട് അനുതാപത്തോടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഇതാ ഞാൻ വരികയാണ്. കർത്താവേ, ഇനിയും ഞാൻ ഏതെല്ലാമാണ് തിരുത്തേണ്ടത് തിരുത്താൻ തയ്യാറായി ഞാൻ വരികയാണ്. എന്തെല്ലാം ഇനി തിരുത്താനുണ്ടോ അത് ഞാൻ മനസ്സാണ് കർത്താവേ, എനിക്കത് തിരുത്തിയേ പറ്റൂ. എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമാണ്. ഞാനിതാ വരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവേ, നിന്റെ വചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണ് എന്ന്. നിന്റെ വചനം പറയുന്നു സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണെന്ന്. ഞാൻ നിന്റെ വാക്ക് വിശ്വസിക്കുന്നു. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിന്നോട് പറയുന്നു, നീ എൻ്റെ അരികത്തുണ്ട്. തൊട്ടരികത്തുള്ള ഈ സമയത്ത് ഇപ്പോൾ നിന്റെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യം എനിക്ക് തരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യത്താൽ എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എ നൈറ്റ് ഓഫ് ഡിവോഷൻ, നൈറ്റ് ഓഫ് ഡിവോഷൻ. ആ രാത്രി ഡിവോഷൻ രാത്രിയാണ്. മാത്രമല്ല, അടുത്ത് വേറൊന്ന് കൂടി കാണാം, ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. ആ രാത്രി അത് വിടുതലിൻ്റെ രാത്രിയുമായി. ദൈവം സിംഹങ്ങളുടെ വായി അടച്ചു പിടിച്ചു. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദാനിയേൽ ആ കാഴ്ച കണ്ടു. യോ, തേജോമയനായ ദൈവം വന്ന് സിംഹങ്ങളുടെ വായ അടച്ചു പിടിച്ചിരിക്കുന്നു. മകനെ, നിന്നെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരുടെ
വായടയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ വായടയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിനക്കെതിരായി ചീത്ത വിളിക്കുന്നവരുടെ നാവടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കെതിരായി തെറ്റിദ്ധാരണകൾ പരത്തുകയും കിംവദന്തികൾ പരത്തുകയും ചെയ്യുന്നവരുടെ നാവടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മകളെ, നീ ഭയപ്പെടേണ്ട. മോളെ, നിൻ്റെ ജീവിതത്തിൽ നീ അല്പം പോലും പതറണ്ട. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചില സിംഹങ്ങളുടെ വായ അടച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഹിംസിക്കാൻ ചാടി വീഴാൻ തുടങ്ങുന്നവരുടെ അവരുടെ കൈകളെ അവൻ തടുത്തു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. ഈ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അപ്പോൾ കാണാം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഡെലിവറൻസ്, നിങ്ങൾക്ക് ലഭിക്കുന്നതായ ആ ഒരു വലിയ വിടുതൽ. ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. അത് വിടുതലിൻ്റെ രാത്രിയുമായിരുന്നു. ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡിവോഷൻ. അത് ഭയഭക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ രാത്രിയായിരുന്നു. ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. അത് വിടുതലിൻ്റെ രാത്രിയായിരുന്നു. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. വിടുതലിൻ്റെ രാത്രിയായി തീരട്ടെ. ഇന്ന് നിങ്ങൾ കൂടിയിരിക്കുന്ന ഈ സമയം സ്വർഗത്തിലെ ദൈവം സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന രാത്രിയായി തീരട്ടെ. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. പത്രോസിന് നല്ല ഓർമ്മയുണ്ട്. കർത്താവ് പണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം ഓർമ്മയുണ്ട്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് കൽപ്പന ചോദിച്ചു. എന്നാൽ ഞാനും നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. സിംഹം വിഴുങ്ങാൻ വരുന്നത് പോലെ നിന്നെ തകർക്കാൻ പിശാച് വരുന്നുണ്ട് എന്ന് കർത്താവ് ശീമോന് മുന്നറിയിപ്പ് കൊടുത്തു. ശീമോൻ അതെല്ലാം ഓർമ്മയുണ്ട്. എന്നാൽ ആ പൈശാചികൻ്റെ വലയിൽ പാവം ശിവൻ പത്രോസ് കുടുങ്ങിപ്പോയി. ശിവൻ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശീമോൻ പിൽക്കാലത്ത്, ഈ പത്രോസ് പിൽക്കാലത്ത് ലേഖനം എഴുതിയപ്പോൾ സകലമാന വിശ്വാസികൾക്ക് വേണ്ടി എഴുതി, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസിന് മനസ്സിലായി, പിശാച് അങ്ങനെ അനേകരെ വിഴുങ്ങാൻ നോക്കി നടന്നു. ഈ പാവപ്പെട്ടനെയും അവൻ വിഴുങ്ങിക്കളഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ഒരൊറ്റ നോട്ടം എന്നെ ആ സിംഹത്തിൻ്റെ വായിൽ നിരീക്ഷിച്ചു. ശീമോൻ പത്രോസ് നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അവൻ്റെ ആ വാത്സല്യം നിറഞ്ഞ നോട്ടം, ആ സ്നേഹത്തിൻ്റെ ദുഃഖം നിറഞ്ഞ നോട്ടം എന്നെ ആ അഗാധമായ സിംഹത്തിൻ്റെ ഗഹൂരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. എൻ്റെ കരുണയുള്ള കർത്താവേ, നിനക്ക് സ്തുതി. പിൽക്കാലത്ത് പത്രോസ് അതുകൊണ്ടാണ് ലേഖനത്തിൽ എഴുതിയത്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, പിശാചിങ്ങനെ അലറിക്കൊണ്ട് നടക്കുന്നുണ്ട്, വിഴുങ്ങൻ തയ്യാറായി നടക്കുന്നുണ്ട്. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ തീരുമാനമെടുത്ത് അനേകരുടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അനേകർ മാനസാന്തരപ്പെട്ടവരാണ്, ജീവിതം ക്രിസ്തുവിന് കൊടുത്തവരാണ്. ഞാനതെല്ലാം ഓർത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ മാറ്റം വന്നവരാണ്. എന്നാൽ ഓർത്തുകൊള്ളൂ, താൻ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മല്ലന്മാർ പട്ടുപോയ വഴിയാണ്, വീരന്മാർ വീണുപോയ വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ബലശാലികൾ തകർന്നുപോയ വഴിയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വലിയ ആത്മീയ മല്ലന്മാർ, ആത്മീയ ഗോളത്തിൽ ശ്രേഷ്ഠരായി തിളങ്ങിയവർ വീണുപോയൊരു വഴിയിലാണ് ഞാനും നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ലോകമനുഷ്യരല്ല നിങ്ങളെ വീഴിക്കുന്നത്, ലോകത്തൊരു ശക്തിയുമല്ല നിങ്ങളെ വീഴിക്കുന്നത്. നിങ്ങളെ നശിപ്പിക്കാൻ പിശാച് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ചുറ്റും സിംഹം അലറുന്നതുപോലെ, ദാനിയേൽ ചുറ്റും അലറിക്കൊണ്ട് നിന്ന ആ സിംഹങ്ങളെ പോലെ ഇതാ നിങ്ങളുടെ ചുറ്റും അവൻ അലറിക്കൊണ്ട് നിൽക്കും. അവൻ ചിലപ്പോൾ മൗനമായി നിന്നെന്ന് വരാം, ചിലപ്പോൾ അലറിയെന്ന് വരാം. പക്ഷേ ഓർത്തുകൊള്ളൂ, സിംഹം ചുറ്റുമുണ്ട് എന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അരകട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഒരിക്കലും ഈ സിംഹത്തിൻ്റെ വായിൽ പെട്ടുപോകരുത്, അവൻ്റെ കണിയിൽ വീണു പോകരുത്, ആ പൈശാചികൻ്റെ വലയിൽ അവൻ്റെ തന്ത്രത്തിൽ നിന്ന് കുടുങ്ങിപ്പോകരുത്. സൂക്ഷിച്ചുകൊള്ളൂ. എ നൈറ്റ് ഓഫ് ഡിവോഷൻ, ഭയഭക്തിയുടെ പ്രാർത്ഥനാ ദിനമാക്കി മാറ്റിക്കൊള്ളണം. എപ്പോഴും ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ വാക്യം? യഹോവയുടെ കണ്ണ് ഈ ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കർത്താവ് നോക്കുന്നത്? യഹോവയുടെ കണ്ണ്
തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഈ ഭൂമിയിലൊക്കെയും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ഏകാഗ്രത മാറ്റരുത്. ഒരു കൂട്ടായ്മയിലേക്ക് ഏകാഗ്രത പോകരുത്, ഒരു സഭയിലേക്ക് ഏകാഗ്രത പോകരുത്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ഏകാഗ്രത പോകരുത്, പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന ദൈവമക്കളിലേക്ക് നിങ്ങളുടെ ഏകാഗ്രത പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഏകാഗ്രമായിരിക്കേണ്ടത് നിത്യനായ ക്രിസ്തുവിലേക്ക് മാത്രം. ഹല്ലേലൂയ. എൻ്റെ യേശുവിലേക്ക് നിങ്ങൾ നോക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പിറകെ പോകാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവിടുന്ന് ദൃഷ്ടി മാറരുത്, അവിടുന്ന് കണ്ണ് മാറ്റരുത്, അവിടുന്ന് ചിന്ത മാറ്റരുത്, അവിടുന്ന് ഏകാഗ്രത മാറ്റരുത്. ക്രിസ്തുവിനെ തന്നെ നോക്കിക്കൊണ്ട് ഗോകുൽത്തായിൽ അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച സമയത്ത് ആ ക്രൂസിൽ കാണിച്ചുന്ന സ്നേഹത്തെ മാത്രം നോക്കിക്കൊണ്ട് ബേത്ലഹേം പുൽക്കൂട് മുതൽ ഗോകുൽത്തായിലെ ആ കാൽവരി മല വരെയും അവൻ നടന്നു പോകുന്ന പാതകളിലൂടെ പ്രിയപ്പെട്ടവരെ, ആ പാതയിൽ നിന്ന് ആണിവിടെ വ്യതിചലിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. ഭയപ്പെടേണ്ട. നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തിച്ചേരും, നിത്യജീവനിൽ എത്തിച്ചേരും, നിത്യജീവൻ്റെ കടവിങ്കൽ ചെന്ന് ചേരും, നിത്യശുഭ തുറമുഖത്ത് നിങ്ങൾ എത്തിച്ചേരും, നിത്യ സ്വർഗീയ സമാധാനത്തിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ആരും പേടിക്കേണ്ട, ആരും തളരണ്ട. നിങ്ങൾ യേശുവിൻ്റെ പിറകെയാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ രാജാധിരാജൻ്റെ പിറകെയാണ് പോകുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ വിളിക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷ അനുഭവിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. ഒരു ശക്തിക്ക് നിങ്ങൾ തൊടാൻ സാധ്യമല്ല. നിങ്ങളെ അവൻ തൻ്റെ കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി. വേദപുസ്തകത്തിൽ വാക്യമാണ്, കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലെ വര എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ? കയ്യിലെ വര തൊലി പുറത്ത് അത് ചരണ്ടി കളഞ്ഞാലും കയ്യിലെ വര മാറുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചു വെച്ചിരിക്കുന്നു. അത് പറിച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ ഉള്ളം കയ്യിൽ നിങ്ങളെ വരച്ചു വെച്ചിരിക്കുന്നു. അവൻ്റെ കൈകളിൽ അവനെ വരച്ചു വെച്ചിരിക്കുന്നു. അവൻ്റെ കൈകളിൽ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു വരിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇറ്റ് വാസ് ദ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. ഇന്ന് വിടുതലിന്റെ ദിവസമായി തീരട്ടെ. ഇന്ന് വിമോചനത്തിന്റെ സമാധാന സമയമാകട്ടെ. വിമോചനത്തിന്റെ സമാധാന സമയം. ഇന്ന് രക്ഷയുടെ സുദിനം. ഇന്ന് സന്തോഷ സമയം. ഇന്ന് സുപ്രസാദകാലം. ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടുന്ന സമയം. അനേക പാവികൾ രക്ഷ അനുഭവിക്കുന്ന സമയം. ഈ മഹാഭാഗ്യത്തിലേക്ക് യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. അവന്റെ ക്രൂസിൻ ചൂടിലേക്ക് ഓടി വരുവീൻ. തിരുരക്തത്താളുടെ കഴുകൽ പ്രാപിപ്പീൻ. തിരുരക്തത്താളുടെ അനുഗ്രഹം പ്രാപിപ്പീൻ. തിരുരക്തത്താളുടെ ശുദ്ധീകരണം പ്രാപിപ്പീൻ. ഹൃദയശുദ്ധി പ്രാപിപ്പീൻ. ദൈവമക്കളായി തീരുവീൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുവീൻ. യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവീൻ. തിരുനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിന് വേണ്ടി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ പ്രിയജനമാക്കി നീ ചേർത്തതിനായി സ്തോത്രം. ഞങ്ങളെ അവിടുത്തെ വീണ്ടെടുക്കപ്പെട്ട ജനമാക്കി നീ അംഗീകരിച്ചതിനായി സ്തോത്രം. നിന്റെ രക്തത്തിന്റെ മുദ്ര ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. എൻ്റെ നാഥ, എൻ്റെ ദൈവമേ, നീ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരിൽ അനേക രോഗികളുണ്ടല്ലോ കർത്താവേ, അനേകർ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ, അനേകർ മനസ്സ് നൊന്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അനേകർ ഉള്ളുരുകി വലയുന്നവരുണ്ടല്ലോ കർത്താവേ. നിന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. നിന്റെ മക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ. നിന്റെ മക്കൾക്ക് സകല ബാധകൾ മാറ്റി കൊടുക്കണമേ. ജനത്തിൻ്റെ മേൽ നിന്ന് സകല ബാധകൾ മാറ്റണമേ. ദേശത്തിന്മേൽ നിന്ന് ബാധകൾ നീക്കണമേ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കെടുതികളും നാശങ്ങളും മാറ്റണമേ കർത്താവേ. ശാപങ്ങളും ബാധകളും നീക്കണമേ കർത്താവേ. അനുഗ്രഹം പകരണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. എൻ്റെ യേശുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.